ഇതെല്ലാം നമ്മൾ ടെറസിൽ നട്ടിരുന്ന കർട്ടൻ പ്ലാന്റ് ആണ്. ഈ കർട്ടൻ പ്ലാന്റ് നമ്മൾ ഇവിടുന്ന് താഴേക്ക് പടർത്തുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. അതിന് നമ്മൾ ബേസിനിൽ സെറ്റ് ചെയ്തതാണ്. നമ്മൾ ഏത് പ്ലാന്റ്സ് ആയാലും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഓർക്കിഡ്സിലും മറ്റു ഇൻഡോർ പ്ലാന്റ്സിലും ഒക്കെ നമ്മൾ ഒരു ഫംഗിസൈഡ് കൊടുക്കണം. അപ്പോൾ രാവിലെ നമ്മൾ ഫംഗിസൈഡ് കൊടുത്ത കൂട്ടത്തിൽ ഞാൻ ടെറസിലോട്ട് വന്നപ്പോൾ ഈ പ്ലാന്റ്സിലും ഒന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് പ്ലാന്റ്സിലായാലും ഫംഗിസൈഡ് കൊടുത്താൽ ഈ ചീയൽ പോലുള്ള രോഗങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ രാവിലെ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഏത് ഫംഗിസൈഡ് കൊടുത്താലും അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കണം. ഫസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫംഗിസൈഡ് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഒരു ലിറ്ററിലേക്ക് നമുക്ക് 2 ഗ്രാം എന്ന കണക്കിൽ സാഫാണ് ഞങ്ങളിന്ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വലിയ കെയറൊന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ്, എങ്കിലും ഞങ്ങൾ മറ്റുള്ളത് കൊടുത്തപ്പോൾ ഇതിനോട് കൊടുക്കുക കേട്ടോ. നമ്മൾ പൂവാലിയിൽ നനയ്ക്കാന്നുണ്ടെങ്കിൽ എല്ലാ ഇലകളിലും എല്ലാ പോട്ടിങ് മീഡിയത്തിൽ കറക്റ്റായിട്ട് വീഴും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗത്ത് നിന്ന് വീണിട്ട് കുറേ വളം വേസ്റ്റ് ആവും. പൂവാലിയിലോ സ്പ്രേ